അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റും ശബരിമലയിലെ പ്രായഭേദമന്യേയുള്ള സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെ നേതാക്കളിൽ ഒരാളുമായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം കോടതി റദ്ദാക്കി. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിയത്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. പമ്പ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണമെന്ന നിർദ്ദേശം പാലിക്കാതിരുന്നതിനെ തുടർന്നാണ് റിപ്പോർട്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഉണ്ടായ ആക്രമ സംഭവങ്ങളുടെ പേരിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിലായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നത്. സന്നിധാനം രക്തം വീണോ മൂത്രം വീണോ അശുദ്ധമായാൽ 3 ദിവസം നട അടച്ചിടാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. അടച്ച നട തുറക്കണമെന്ന് ആവശ്യപ്പെടാൻ ആർക്കും അധികാരവുമില്ലെന്നാണ് രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിനായി 20ഓളം പേർ തയ്യാറായി നിന്നിരുന്നുവെന്നും രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് കലാപത്തിന് ആഹ്വാനം നൽകിയതിന് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശി പ്രമോദ് നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. രാഹുലിന്റെ വിവാദ പരാമർശം രക്തം ചീന്തിപ്പോലും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് തടയാൻ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്നായിരുന്നു. എന്നാൽ സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ ഏതാനും മണിക്കൂറുകൾ വൈകിയതിനെ തുടർന്നാണ് പോലീസുകാരുടെ റിപ്പോർട്ടെന്ന് രാഹുൽ പറഞ്ഞു. പോലീസ് വ്യക്തിവിരോധം തീർക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാലാണ് രാഹുലിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. റാന്നി കോടതിയാണ് ജാമ്യം റദ്ദാക്കിയത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും കോടതി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.